ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 25 നവംബർ 2025, ഈ വർഷത്തെ 329 ദിവസം. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് അനുസരണം ഉള്ള മക്കൾ എങ്ങനെ ആയിരിക്കും. അനുസരണം ഉള്ള മക്കൾ എങ്ങനെ ആയിരിക്കും. നാം ഇന്ന് ഓരോ ഭവനങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇന്ന് മാതാപിതാക്കളെ കഴിഞ്ഞും വിദ്യാഭ്യാസവും നല്ല ജോലിയും ഉള്ള മക്കളാണ് മിക്ക വീടുകളിലും ഉള്ളത്. അവരൊക്കെയും മാതാപിതാക്കളെ വളരെ ചെറുതായി കാണുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാതെയും ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ഇന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവർ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അവരെ നാം പഠിപ്പിക്കേണ്ടതിരുന്നത് ആ സിദ്ധാന്തം നമ്മൾ വെക്കണമായിരുന്നു. സദൃശവാക്യം 22:6 പറയുന്നത് പോലെ, ബാലൻ അഭ്യസിക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിച്ചാൽ അവൻ വൃദ്ധനായാലും അത് മാറി പോവുകയില്ല, അല്ലെങ്കിൽ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞ ആ വേദഭാഗം നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്തുവാൻ തുടങ്ങുന്നുവെങ്കിൽ നമുക്ക് ഒരിക്കലും പിന്നീട് ദുഃഖിക്കേണ്ടതായി വരികയില്ല. പിന്നീട് അവളെ നാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായ മറ്റൊരു വേദഭാഗം എന്ന് പറയുന്നത് സദൃശവാക്യം 1-ാം അധ്യായം 8-9 വാക്യങ്ങളാണ്. അതിൽ പ്രകാരം പറയുന്നു, മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവൻ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും എന്ന്. അതായത് 8-ാമത്തെ വാക്യം പറയുന്നത്, മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. 9-ാമത്തെ വാക്യം, അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അപ്പന്റെ പ്രബോധനം കേൾക്കുന്ന എത്ര മക്കളുണ്ട്, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കാത്ത എത്ര മക്കളുണ്ട് ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ എന്ന് നാം ഓരോരുത്തരും നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നീ നിന്റെ കാര്യം നോക്കടാ. കാരണം അതായത് മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്യുന്ന അവസരത്തിൽ അവരുടെ അടുത്ത് വന്ന് നോക്കി നിൽക്കുമ്പോൾ പറയും, മകനെ, നീ ഹോംവർക്ക് ചെയ്യേ, നീ നിന്റെ കാര്യം നോക്ക് എന്ന്. ഹോംവർക്കോ അല്ലെങ്കിൽ അവൻ പഠിക്കുന്ന കാര്യവുമല്ല അവൻ്റെ മനസ്സിൽ വന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നിന്റെ കാര്യം നോക്കുക എന്ന്. ഇന്ന് നമ്മളുടെ മക്കളൊക്കെയും അവരുടെ കാര്യം നോക്കുകയും അവർ അനുസരണമില്ലാത്തവരായി തീർന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ എവിടെയോ തെറ്റി എന്നുള്ളതാണ്. എല്ലാ ഭവനത്തെക്കുറിച്ചും അല്ല ഞാൻ പറയുന്നത്, ഏതാനും ചില ഭവനങ്ങളിലെങ്കിലും ഉദാഹരണത്തിനായി നമുക്കത് കാണുവാൻ സാധിക്കും. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കാം, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവൻ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കുമെന്ന് ചെറുപ്പം തൊട്ടേ ഒരു കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുവെങ്കിൽ അവൻ അത് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. സൈക്കോളജിസ്റ്റ് പറയുന്നത് പോലെ, ഒരു കാര്യം നമ്മൾ 7 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞാൽ ഒരു ആവറേജ് IQ ഉള്ള ഒരു വ്യക്തിക്കും അത് മനസ്സിൽ പതിയും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ കൂടെ ഈ വേദവാക്യം അവൻ്റെ മുമ്പിൽ ഉരുവിട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ അതെപ്പോഴും ഉണ്ടാവും, അവന് ഒരു ഭയഭക്തി ഉണ്ടാവും. മക്കൾ എത്ര വളർന്നു വലുതായാലും, എത്ര വലിയ അറിവുള്ളവരായിരുന്നാലും, എത്ര വലിയ ഉദ്യോഗസ്ഥരായിരുന്നാലും, മാതാപിതാക്കളാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യമേ തന്നെ നമ്മൾ കൊടുക്കുന്നതായ ശിക്ഷണം ആ രീതിയിൽ ഉള്ളതായിരിക്കണം. ദൈവഭയമുള്ള ഒരു കുഞ്ഞായി വളരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും അതിൽ നിന്നും പിന്മാറുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ വചനത്തെ വായിച്ച് ഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് അവനിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അവൻ നമ്മളെ കഴിഞ്ഞും ഒരു സ്റ്റെപ്പ് ആകെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ആയിരിക്കും എന്നാണ്. ഒരു കുഞ്ഞിനെ വേദപുസ്തകം, അതായത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളും അതിൽ 1189 അധ്യായങ്ങളും 31,083 വാക്യങ്ങളുമാണ് എന്ന് അവർക്ക് ചെറുപ്പത്തിലെ തന്നെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് അത്രയും തന്നെ ഉള്ളോ എന്ന് നോക്കാൻ അവർ ശ്രമിക്കും. 66 പുസ്തകങ്ങളെ ഉള്ളോ എന്ന് വേദപുസ്തകം തുറന്ന് നോക്കും. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 1189 അധ്യായങ്ങളെ ഉള്ളോ, പപ്പ പറഞ്ഞത് കറക്റ്റാണോ, മമ്മി പറഞ്ഞത് കറക്റ്റാണോ എന്ന് അവൻ ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇന്നത്തെ ലോകത്തെ കുട്ടികൾ അങ്ങനെയാണ്. അവർ എല്ലാം ചെക്ക് ചെയ്ത് ഉറപ്പ് ചെയ്തതിന് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, അല്ലാതെ അവർ വിശ്വസിക്കത്തില്ല. അതുപോലെ തന്നെ 31,083 വാക്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ
ഇത് സത്യമാണോ എന്ന് നോക്കാൻ സാധ്യതയുണ്ട്. നാം മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത് നമുക്ക് എവിടെയൊക്കെയോ തെറ്റിയിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ആയതിനാൽ ഇനി ഉണ്ടാകുന്ന നമ്മുടെ കൊച്ചുമക്കളെ എങ്കിലും നമ്മൾ ആ രീതിയിൽ വളർത്തത്തക്ക രീതിയിൽ നാം ശ്രമിക്കുന്നുവെങ്കിൽ ദൈവം അതിന് നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും ചെയ്യേണ്ടത് മാതൃകയായി ജീവിക്കുക എന്നുള്ളതാണ്. മാതൃക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ജീവിച്ച് കാണിക്കണം. അപ്പോൾ മക്കൾക്ക് അത് മനസ്സിലാവും, കുഞ്ഞുമക്കൾ അത് കണ്ട് പഠിക്കും. അപ്പോഴാണ് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്, മകനെ, അപ്പൻ്റെ പ്രബോധനം കേൾക്കാമയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പളിയും ആയിരിക്കും എന്ന്. അവനത് കണിശമായിട്ടും മനസ്സിലാക്കിയ പ്രകാരം പ്രവർത്തിക്കും. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ IQ വളരെ ഹൈ ആണ്. അവർക്ക് നമ്മൾ പറയുന്നത് വളരെ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കുകയും അതിന് പ്രകാരം അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത് അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും അതിന് ഒരു മാതൃക കാട്ടിക്കൊടുക്കണമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.